കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. വാളത്തുങ്കലിലെ കുട്ടിവനം. കത്തുന്ന വെയിലിലും കുളിർമയേകുന്ന അന്തരീക്ഷമാണ് കൊല്ലം വാളത്തുങ്കൽ കാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. ഇതൊരു കുട്ടിവനമാണ്. സൂര്യപ്രകാശം മണ്ണിലേക്ക് എത്താൻ മടിക്കുന്ന തരത്തിൽ ഇടതൂർന്ന് വളർന്ന് വള്ളിപ്പടപ്പുകളും ചെടികളും കൊണ്ട് സമ്പന്നമാണ് ഈ കാവ്. ഇരവിപുരം തിരുമുക്ക് പുത്തൻചന്തയിൽ നിന്ന് 200 മീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. വളരാങ്കാവ്, വാളത്തുങ്കൽ കാവ്, അമ്പുക്കാവ്, ചേരൂർ കാവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കാവിൽ വനദുർഗയാണ് പ്രതിഷ്ഠ. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായിരുന്ന അവസ്ഥയിൽ സാമൂതിരിയുടെ സാമന്തന്മാരിൽ പലരും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കുടിയേറി. അന്ന് അവരിൽ ചിലരുടെ കുലദൈവമായിരുന്ന കാടാമ്പുഴ ദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ചു കൊണ്ടുവന്ന ഇവർ വാളത്തുങ്കലിൽ മണൽപ്പരപ്പായിരുന്ന ഒരിടത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. കാലക്രമേണ ആ മണൽപ്പരപ്പ് കാവായി വളർന്നുവെന്നാണ് പ്രദേശത്തെ പഴമക്കാർ പറയുന്നത്. അന്ന് സ്വയരക്ഷയ്ക്കായി സാമന്തന്മാർ കൊണ്ടുവന്ന വാളുകളും ആയുധങ്ങളും ഇവിടെ ഉപേക്ഷിച്ചുവെന്നും കാലക്രമേണ വാളോറാം കാവ് എന്ന പേര് ഈ കാവിന് വരികയും ചെയ്തു അത്രേ. ചേരൂർ മൂലകുടുംബം സ്ഥാപിച്ച ട്രസ്റ്റിന് കീഴിലാണ് വാളത്തുങ്കൽ കാവ്. വിവിധതരം കൂറ്റൻ മരങ്ങൾ കാവിനുള്ളിൽ സമ്പുഷ്ടമായി വളരുന്നുണ്ട്. ഒപ്പം അപൂർവ ഇനം ഔഷധ സസ്യങ്ങളും സൂക്ഷ്മ സസ്യങ്ങളും വിവിധതരം പായലുകളും ഇവിടെ ജൈവ വൈവിധ്യം തീർക്കുന്നു. വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകൾ, ഓന്ത്, അണ്ണാൻ, വവ്വാൽ, വള്ളിപ്പൂച്ചകൾ, ചെറുകുറു നരികൾ എന്നിവയുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇന്ന് ഈ കുട്ടിവനം. കേരളത്തിലെ കാവുകൾ സംരക്ഷിത മേഖലകളാക്കി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും കാവുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. പ്രദേശത്തെ കിണറുകളിലെ ജലസ്രോതസ് കാത്തു സൂക്ഷിക്കുന്നതിലും കാവിൻ്റെ പങ്ക് വളരെ വലുതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വാളത്തുങ്കൽ കാവിനെ കാണാനും പഠിക്കാനും വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ സന്ദർശിക്കാറുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.